പരിശുദ്ധ ദീനിനെ നല്ല കുപ്പിയിലിട്ടുകൊണ്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്ന മരുന്നുപോലെ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യരെല്ലാം അധിക പേരും സക്കാത്ത് കൊടുക്കുന്ന സമയം വിശുദ്ധ റമദാനിലാണ്. സക്കാത്തിനായ പ്രത്യേക സമയമൊന്നുമില്ല, സമയം ആകുമ്പോൾ കൊടുക്കലാണ്. എന്നാൽ അധിക പേരും റമദാനിലാണ് സക്കാത്തുകൾ കൊടുക്കാർ ഉള്ളത്. ആ ഒരു തക്കം കൊണ്ട് ഇപ്പോൾ ഒരു സക്കാത്ത് ഫണ്ട് രൂപീകരിച്ച് പരസ്യപ്പെടുത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഘടിതമായ സക്കാത്ത്? അതിൽ പല ദോഷങ്ങളും സിറയിൽ ഉള്ളതായി നാം പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഈ സുന്നികൾ അങ്ങനെ തന്നെയാണ്. ഒരു നല്ല കാര്യത്തിന് സമ്മതിക്കൂല, അവരെല്ലാ തരത്തിലും ഇടക്കോലിടുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പേരിൽ ആക്ഷേപം പറഞ്ഞിട്ട് നല്ല ഏത് കാര്യം കൊണ്ടുവന്നാലും ഇവരിങ്ങനെ ഇതിന് മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ നല്ല കാര്യത്തിന് ഒരിക്കലും മുടക്കമില്ല, നല്ല കാര്യം ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്നത് ചെയ്യേണ്ടതുപോലെ ആവണം. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിന്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. ആ വിവരിച്ചു തന്നതിനെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സക്കാത്ത് കമ്മിറ്റിക്കാർ ഇവിടെ ധാരാളം എഴുതിയിട്ടുള്ളത്. അള്ളാഹു അങ്ങനെ അതിനെ കൊടുക്കാൻ, അതിന് കൊടുത്താൽ മതി, ഇതിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. എല്ലാറ്റിനും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ധാരാളം ലേഖനങ്ങളും ബുക്കുകളും ഉണ്ട്. ഇവിടെ അതൊന്നും വിവരിക്കുന്ന ടൈമല്ല. അതിനാൽ നമ്മുടെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കാണുകയും അതിൽ മാത്രം ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.